ഇന്നത്തെ വീഡിയോ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല, അതുപോലെ പരിപ്പ് വേവിച്ചിട്ടല്ല ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് 10-15 മിനിറ്റ് മതി ഈ ഒരു സാമ്പാർ തയ്യാറാക്കാനായിട്ട്. രാവിലെ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു സാമ്പാർ. പരിപ്പിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്, പൊരിക്കടല 3/4 കപ്പാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാമ്പാർ നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ പൊട്ടുകടല നിങ്ങൾക്ക് എടുക്കാം. നമുക്കിനി ഈ പൊട്ടുകടല മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതെ, ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് നമുക്കിതിനൊന്ന് കലക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് 1/2 കപ്പൊക്കെ കൂടി വെള്ളം ഒഴിച്ച് ഇത്തിരി ലൂസാക്കി തന്നെ നമുക്കിതുപോലെ ഒന്ന് കലക്കി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ സാധാരണ സാമ്പാറിന് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കണം. ഇതിലേക്ക് പുളി അധികം വേണ്ട കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇത് പിഴിഞ്ഞ് നമുക്ക് വെള്ളം എടുക്കണം. സാമ്പാർ തയ്യാറാക്കുന്ന പാത്രം ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചൊന്ന് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഒരു 3-4 ഉണക്കമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകവും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കട്ടക്കായമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്നതിനേക്കാട്ടും മുമ്പ് ആദ്യം ആ കായം ഒന്ന് വെളിച്ചെണ്ണയിട്ട് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വലിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവോള ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വരണം. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇതുപോലെ മുഴുവനായിട്ട് ഇടണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകൊക്കെ പച്ചമുളകൊന്ന് മാറി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇതിലേക്ക്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വാടി ആ സവോളയുടെ ഒക്കെ കൂടെ യോജിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് ഫ്ലെയിം ലോ ആക്കിയ ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ സവോളയോട് കൂടിയൊക്കെ നന്നായിട്ട് ഒന്ന് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി. സാമ്പാർ പൊടി ഇപ്പോൾ ഇവിടെ 2 വലിയ സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറച്ചും കൂടി സാമ്പാർ പൊടി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പല ബ്രാൻഡ് സാമ്പാർ പൊടിയും പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറും. അതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. എന്നാലാണ് ആ പുളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോവുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പൊട്ടുകടലയുടെ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ അയക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. നമുക്ക് ഈ ഇതിലേക്ക് എത്രയാണോ നമ്മുടെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇത് വെള്ളം കുറച്ചധികം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം പൊട്ടുകടല വെന്ത് വരുമ്പോൾ സാമ്പാർ ഒന്ന് കുറുക്കും. പിന്നെ ഇരിക്കുമ്പോൾ അതായത് തീ ഓഫാക്കി അതൊന്ന് ചൂടാറുമ്പോൾ ഇത്തിരിയും കൂടി ഒന്ന് കുറുക്കും. അപ്പോൾ കുറച്ച് അധികം വെള്ളം തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള രീതിയിലേക്കാണ് ഈ ഒരു സാമ്പാർ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടൊന്ന് തിളപ്പിക്കണം.
അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിൽ ആ പൊട്ടുകടലയുടെ ഒക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് ഈ സാമ്പാറൊക്കെ ആയിട്ട് എൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിക്കുകയുള്ളൂ. അതെ, ഇപ്പം ഇങ്ങനെ വെള്ളം പോലത്തെ സാമ്പാറായിരിക്കും ഇരിക്കുന്നത്. ഇത് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, ഞാനപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട സാമ്പാർ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പം ഇനി സാമ്പാറിൻ്റെ തീ ഓഫാക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ളപ്പോൾ നമ്മൾ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല അത്യാവശ്യം കുറുകലും ഇല്ല എന്നാൽ കുറവില്ലാത്ത രീതിയിലുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതുപോലെ തന്നെ ഉടുപ്പി സ്റ്റൈൽ സാമ്പാറിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ആന്ധ്ര സാമ്പാർ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണണം കേട്ടോ. ഇതൊരു സിമ്പിൾ സാമ്പാറാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു സാമ്പാർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്ത ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.